നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കാശ് ഓഫീസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സർ, നിങ്ങൾ എന്നെ ടെസ്റ്റ് ചെയ്യുന്നതല്ലേ? പണത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളെ. വേറൊന്നും സംസാരിക്കരുത്. ഞാൻ ഈ കാര്യം ഓഫീസിൽ വെച്ച് സംസാരിക്കണമായിരുന്നു. പക്ഷെ തൻ്റെ അപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ പറയാൻ പറ്റാതെ ഇങ്ങോട്ട് വിളിക്കേണ്ടി വന്നു. ഈ ഗിഫ്റ്റും തിരിച്ചെടുത്തോളൂ. സർ, ആ പണം എനിക്കുള്ളതല്ലായിരിക്കും. പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇത്ര പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞോ? എന്തു പറ്റി ഇവക്ക്? റാം. യെസ് ബോസ്. പ്രിയയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സീതയോട് നീ സംസാരിക്കുമല്ലോ അല്ലേ? ഞാനോ ബോസ്? യാ, ഐ തിങ്ക് യു ക്യാൻ ഹാൻഡിൽ. Meet me later. Okay, boss. ശരി, നടക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? നീയാണെങ്കി മീറ്റിംഗ് എന്തിനാണെന്ന് അറിയില്ലെന്ന് പറയുന്നു. ബോസ് ആണെങ്കി നീ എല്ലാം ഹാൻഡിൽ ചെയ്യില്ലെന്ന് ചോദിച്ചിട്ടും പോന്നു. എന്താ ഇവിടെ നടക്കുന്നത് റാം? ആക്ച്വലി എന്നോടൊന്നും സംസാരിക്കാനില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാ വിളിച്ചത്? ബോസിന് മാത്രമാണോ സമയമുള്ളത്? നമ്മുടെ സമയത്തിന് വിലയില്ലേ? അവിടെ എന്റെ മകള് ഞാൻ വീട്ടിലെത്താത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ തന്റെ സാലറി അഡ്വാൻസ് എമൗണ്ട് തന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയേനെ. ബോസ് ഓൾറെഡി അതൊക്കെ അപ്രൂവൽ കൊടുത്തിരുന്നതാ. അതുപോലെ തന്നെ തന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറഞ്ഞിരുന്നതാ. എന്നിട്ട് എന്തായി? പക്ഷേ ഐ ഡോണ്ട് നോ, സംഹൗ ബൈ മിസ്റ്റേക്ക് അത് പ്രിയയുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയത്. ഐ ടോട്ടലി ഗെറ്റ് യു. തനിക്കിപ്പോ പണം ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. തനിക്കധികം സമയമില്ലെന്ന് എനിക്കറിയാം. ഒന്ന് സംസാരിച്ച കുറച്ച് സാവകാശം കിട്ടുമോ? അത് തനിക്കുള്ള ക്യാഷ് അതെന്തായാലും കിട്ടും. ആ വീട് പോവാതിരിക്കാൻ ഇപ്പൊ തനിക്കത് ആവശ്യമാണ്. ഇത് പറയാനാണോ ഇത്രയും സമയം എടുത്തത്? ഓഫീസിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അപ്പോഴേ വീട്ടിൽ പോവായിരുന്നു. ഇതിനൊക്കെ ഇത്ര ഡ്രാമ എന്തിനാ? അത് ആക്ച്വലി പോട്ടെ, സാരമില്ല. ഇനിയിപ്പൊ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതൊന്നും കുഴപ്പമില്ല. നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് റാം? ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. കുറച്ച് സമയം കിട്ടുമോ നോക്ക് പ്ലീസ്. ഞാൻ നോക്കട്ടെ. കഴിഞ്ഞോ? നമുക്ക് പോയാലോ? ടൈം ആവുന്നുണ്ട്. ഞാനിത് പറയുമ്പോ താൻ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആരാ? നിങ്ങളോ അതോ നിങ്ങളുടെ ബോസോ? ഓ, ബോസിനോട് ചൂടാവോ? നീ ഇങ്ങനെയൊക്കെ എന്നെ സഹായിക്കുന്നല്ലേ, നിന്നോട് എങ്ങനെയാ ഞാൻ ചൂടാവുക? റാം, എന്നെ ആ ലോയർ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇനി ബുദ്ധിമുട്ടുണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രിയ എമൗണ്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സഡൻലി തന്നെ തന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളൂ. ഓൾസോ ദിസ് വിൽ ഹാപ്പൻ വെരി സൂൺ.
യു ക്യാൻ ട്രസ്റ്റ് മീ ഓൺ ദിസ്. ഡോണ്ട് വറി. യു ക്യാൻ ട്രസ്റ്റ് മൈ ബോസ് ആസ് വെൽ. എല്ലാം ശരിയാവും. കുറച്ചൊന്ന് ക്ഷമ കാണിക്കേ. ജനുമ ജനുമ സാഗലി ബന്ധന സീതാരാമ. ഇറങ്ങിയാലോ? യാ ഷോ. താങ്ക് യു. ഇപ്പൊ എന്തിനാ? തന്റെ വീടിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോ യു ക്യാൻ താങ്ക് മീ ലേറ്റർ. ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള താങ്ക്സ് നീ എക്സ്പെക്ട് ചെയ്യില്ലാന്ന് എനിക്കറിയാം. അത്രയൊക്കെ മനസ്സിലായാൽ മതി. ബട്ട് സ്റ്റിൽ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഷോ. ബൈ. സാർ ഇനി എവിടേക്കാ സാറേ പോണ്ടേ? ഇറ്റ്സ് ഓക്കെ ചേട്ടാ, എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോ. സാറേ മീറ്റർ ചാർജ് 140 രൂപ. രാത്രിയല്ലേ, മീറ്റർ ചാർജ് കൂടാതെ എന്തെങ്കിലും? മീറ്ററിന്റെ മോളി വെച്ചിട്ടുണ്ട്, എടുത്തോ. 500 രൂപയ്ക്ക് ചേഞ്ച് ഇല്ലോ സാറേ? ഇറ്റ്സ് ഓക്കെ, അത് വെച്ചോ. താങ്ക് യു സാർ. ശരി. ഇനിയുണ്ടോ? വേണമെങ്കിൽ പറ. നിന്റെ സാരിയുടെ തുമ്പത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഒരു ഓട്ടോഗ്രാഫ് എഴുതി തരാം. വിശ്വജിത് ദേശായ്, ഫോർമർ ക്രിക്കറ്റർ, കറന്റ് കമന്റേറ്റർ എന്ന്. വേണ്ട? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നല്ലേ പറയാറ്? കഴുതേ? കഴുതേന്നിപ്പോ വിളിക്കുന്നത് ട്രെൻഡിങ് വേർഡാണ് മോളെ, അറിയോ നിനക്ക്? അല്ല, ഇത് എന്ത് കണ്ടിട്ടാണ് നിന്റെ അച്ഛൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നെ ഉൾപ്പെടുത്തിയത്? അതിനൊക്കെ നെപ്പോട്ടിസം എന്ന് വേണേ വിളിക്കാം. അപ്പൻ ഉണ്ടാക്കിയതെല്ലാം മകന്, പിന്നെ അയാളുടെ മകന്, പിന്നെ മകന്റെ മകന് ഒക്കെ എന്റെ തലയിൽ എഴുതിയതാ. വിട്ടേക്ക്. പൊട്ടൻ, നീ ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്നോളൂ. ഇത് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സാമ്രാജ്യം. ഒരു ചടങ്ങിനെന്ന പോലെ നിന്റെ പേരതിലുണ്ടെന്ന് മാത്രം. നാളെ അയാളെങ്ങാനൊന്ന് മാറി ചിന്തിച്ച, നാളെ ഇതെല്ലാം ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിന് എഴുതി കൊടുത്ത് ഭഗവാനായി മാറും. അതായത് ആ ഭയം നിനക്കും ഉണ്ടെന്നാ തോന്നുന്നേ. ഷട്ടപ്പ് വിശ്വ. സംസാരം നിർത്തി സൈൻ ചെയ്യാൻ നോക്ക്. മതിയോ? I am a free man now. കുറച്ച് പണിയുണ്ട്. നിന്റെ നാട് ചുറ്റുന്ന പരിപാടിയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. ഓക്കെ, ഡോണ്ട് വറി. പവനിൽ തന്നെ ഇരുന്നോളാം. കമന്ററി കൊടുത്തേക്കാം. ഡോണ്ട് വറി. ഹലോ മാഡം, സീതയുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞ അത്രയും തുക ഓൾറെഡി വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മാഡം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ജോബ് ഡൺ. ഡേയ്, ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് പറ. ഈ കാര്യം ചോദിക്കാനാണെന്ന് കരുതിയിട്ടാ പറഞ്ഞേ. ആദ്യം കാര്യം മനസ്സിലാക്കി സംസാരിക്കണം. സോറി മാഡം, എന്താ കാര്യം? നോക്ക്, ഞാൻ നിനക്കൊരു ഫയൽ അയക്കുന്നുണ്ട്. എത്രയും വേഗം ആ ഫയല് വീട്ടിലേക്ക് എത്തിക്കണം. അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു ഒപ്പൂടെ വാങ്ങണം. ശരി മേഡം, അയച്ചോളാം. ഹേയ്, ആദ്യം കാര്യം എന്താന്ന് മുഴുവനൊന്ന് കേക്ക്. പറയും മാഡം. ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഡീൽ. 120 crores. എന്തെങ്കിലും കൈപ്പിഴവ് പറ്റിയാ നീ ഉത്തരം പറയേണ്ടി വരും.
ഫയൽ ആരുടെ കയ്യിൽ എപ്പോ കൊടുത്തു വിടണോന്നുള്ളത് ഞാൻ നിന്നെ വിളിച്ചു പറയാം. ശരി മാഡം. മാഡം ഞാൻ മുത്തശ്ശി, ഞാൻ കണ്ടതാ, റോട്ടില് മുഴുവൻ ഗണപതിയാ. ആണോ സീമോളെ? നിന്റെ മുത്തശ്ശനെ കണ്ടോ? ഗണേശനെ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതാ. എവിടെയാണാവോ ഇതുവരെ വന്നിട്ടില്ല. മുത്തശ്ശി, മുത്തശ്ശനെ പോലെ എനിക്കും മറവി രോഗം ഉണ്ടാവോ? അയ്യോ, നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. മുത്തശ്ശനെ പോലെ അങ്ങനെ ആർക്കും മറവിയസം ഉണ്ടാവരുത്. സീതമ്മയുടെ അടുത്ത് പിക്നിക്കിനെ കുറിച്ച് പറയാന്ന് കരുതിയതാ. പക്ഷേ ഞാൻ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. അത് സാരമില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിക്നിക്കിനെ കുറിച്ച് അമ്മയോട് പറയാൻ കേട്ടോ. ശിവ 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 ശിവ. ഓ, മാർക്കറ്റില് തിരക്കോട് തിരക്ക്. പുറത്തു പോകാനൊന്നും പറ്റില്ലേ? പുറത്തു പോവാനോ? ആരാ ഇപ്പൊ പുറത്തു പോകുന്നേ? എന്റെ ഫ്രണ്ട് അച്ഛാ, ഉത്സവം കൂടെ നാട്ടിലേക്ക് പോവാ. അതെയോ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാല്, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യും, ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുറത്തു പോയിട്ട് ജോലി ചെയ്യും. ഒന്നും മറന്നുപോയിട്ടില്ലല്ലോ? ഓ, നീ ലിസ്റ്റിൽ എഴുതിയ എല്ലാം വാങ്ങിയിട്ടുണ്ടേ, ഒന്നും വിട്ടിട്ടില്ല. ശരി, ഗണേശനെ തന്നെ അവിടെ കൊണ്ടുപോയി വെക്കട്ടെ. ഗണേശോ? ലിസ്റ്റിൽ എഴുതിയിരുന്നോ? അയ്യോ, എന്ത് കഷ്ടം. ഓർമ്മയുണ്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ എഴുതിയില്ല. ഇത്തവണയും ഗണേശ ചവിതി. ആഹാ. ഏയ്, ആ ആന എടുത്തങ്ങോട്ട് നീക്കടാ. ഏയ്, സൂര്യ അവിടെ സ്കെച്ച് ഇട്ട് നിൽക്കുന്ന കണ്ടില്ലേ? നീ എന്താ കുതിരയുടെ പൂജിക്കാൻ വേണ്ടി വെച്ചേക്ക? അടുത്ത മൂവ് എടുക്ക്. ഏയ് കുതിരേ, നീക്ക് ഹേയ്, ഒറ്റ നീക്കത്തെ തന്നെ നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. മോനെ പുണ്യാത്മാവേ, നീ അവനിങ്ങനെ വെറുതെ ഉപദേശം കൊടുക്കാതെ അവിടെ പോയിരുന്ന് കളിച്ച് എന്നെ തോപ്പിക്കാൻ നോക്ക്. മുത്തശ്ശ, എന്റെ ടേസ്റ്റ് ഈ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അല്ലേ. ഈ ചെസ് ഒന്നും ശരിയാവില്ലെന്നേ. ദേ ഇവിടെ ഇരിക്കല്ലേ മുത്തശ്ശന്റെ ശിഷ്യൻ, ഗോൾഡ് മെഡലിസ്റ്റ്. അവൻ തന്നെ കളിച്ചോളും. ഡേയ്, പിന്നെ എന്ത് കണ്ടിട്ടാ ഇവിടെ ഇരുന്ന് അത് നീക്ക ഇത് നീക്കാന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ നിങ്ങൾ കളിക്കുമ്പോ എനിക്കൊരു ടൈം പാസ് ഒക്കെ വേണ്ടേ? നോക്ക് നോക്ക്, എന്ത് കള്ളനാ നോക്ക്. ഇവന്റെ പേരിൽ മാത്രമേ രാമനുള്ളൂ, കളിക്കുന്നതൊക്കെ കൃഷ്ണനാട്ടോ. അത് ചില കാര്യങ്ങൾ മാത്രം. രാമ, നിന്നോടൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയല്ലോ. അന്ന് നീ ഒരു അഡ്വാൻസ് സാലറിയെ കുറിച്ച് ചോദിച്ചിരുന്നില്ല, അത് നീ കൊടുത്തായിരുന്നോ? അത് കിട്ടിയോ? ശരിയായോ? എന്താ കളിയാക്കുക? കണ്ടോ, പറയുന്നതൊക്കെ ഇങ്ങനെ എടുത്താ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അതല്ല മുത്തശ്ശ, ആ പൈസ ആർക്കു വേണ്ടിയായിരുന്നോ അത് അയാൾക്കല്ലാതെ വേറൊരു അക്കൗണ്ടിലേക്കാ കയറിയത്. എങ്ങനെ? പുതിയതാണല്ലോ. എന്ത് ചെയ്യാനാ, നമ്മുടെ ഇടപാടുകൾ ഒന്ന് രണ്ടൊന്നും അല്ലല്ലോ. ഇതൊക്കെ ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഞാനും ഈ ഇരിക്കുന്ന ബുദ്ധിമാനും കൂടെ ട്രൈ ചെയ്യും. ഇനിയിപ്പൊ അതിന്റെ പുറകിലൊന്നും അന്വേഷിച്ച് പോകണ്ട. എന്തെങ്കിലും തിരക്കിനിടയിൽ അക്കൗണ്ട് നമ്പറൊക്കെ മാറിപ്പോയി കാണും. അത് വിട്, ശരിയായിക്കോളും അല്ലേ? ഇവിടെ ഉണ്ടല്ലോ ശരിയാക്കാൻ ഗോൾഡ് മെഡലിസ്റ്റ്. പിന്നെന്താ പ്രശ്നം? പരിചയമില്ലാത്തൊരു അക്കൗണ്ടിലേക്ക് പൈസ കയറിയെന്ന് കരുതണം, അത്രയല്ലേ ഉള്ളു കാര്യം. ശരിയാ മുത്തശ്ശ, എനിക്കും അതാ തോന്നിയത്. ഇനി എല്ലാം ശരിയായിക്കോളും. പൈസ ആർക്ക് വേണ്ടിയാണോ അയാൾക്ക് തന്നെ കിട്ടും. എൻഡ് ഓഫ് ദ ഡേ ഐ എം ഹാപ്പി. മതിയടാ, ഒരു വിശ്വനാഥാനന്ദും ഒരു പ്രജ്ഞാനന്ദേ ഇരുന്ന് കളിക്ക് നിങ്ങളൊരു ചെസ്. എപ്പോഴേ പ്രജ്ഞാനന്ദാ, ചെക്ക് എടുക്ക്. നിക്ക് സൂരി, ആലോചിക്കുള്ള സമയം വേണ്ടേ? കളിക്ക്. ചേച്ചി, റാം ഇന്ന് വലിയ സന്തോഷത്തിലാ. ഐ എം സോ ഹാപ്പി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആർക്കാണോ പൈസ കിട്ടേണ്ടത് അവർക്ക് കിട്ടും, ഇവനെല്ലാം നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, റാം ഹാപ്പി ആണെങ്കിൽ നിങ്ങളും ഹാപ്പി അല്ലേ? കറക്റ്റ് അല്ലേ ചേച്ചി? പെർഫെക്റ്റ്. എന്നെ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കിയത് നീ ഒരാള് മാത്ര സാധന. ഇഡിയറ്റ്സ്! ഗീത, ശ്വേത, ഞാൻ എന്താ പറഞ്ഞത്? വീട്ടിലൊരു ധൂമം പോലും കാണരുതെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് ക്ലീൻ ചെയ്തോ? പോയി ക്ലീൻ ചെയ്യ. രാമൻ ഹാപ്പിയാണെന്നും
ഞാനുള്ളപ്പോ അതെങ്ങനെ നടക്കും? ഈ നാട്ടിലെ ഭക്തജനങ്ങളെ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മുടെ ഏരിയയിൽ വലിയ രീതിയിൽ ഗണേശോത്സവം നടക്കുന്നതാണ്. മാന്യമഹാവ്യക്തികളുടെ സാന്നിധ്യത്തിൽ എല്ലാ വർഷത്തെയും പോലെ വലിയ രീതിയിൽ ഗണേശോത്സവം ആചരിക്കുന്നതാണ്. ഇത്തവണ ഗണേശ പ്രതിഷ്ഠയുടെ അന്ന് മത്സരങ്ങൾ ഉണ്ടായിരിക്കും. മത്സരങ്ങളിൽ ജയിക്കുന്നവർക്ക് 5000 രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. വരൂ, മത്സരങ്ങളിൽ ഭാഗമായി 5000 രൂപയുടെ ഭാഗ്യ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ശ്രേയസ്, ഭാഗ്യസമ്മാനം പറഞ്ഞ എന്താ? സിഹി, നമ്മള് നന്നായി ഗണേശനെ ഒരുക്കി അലങ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ കിട്ടും. വെറുതെ ഗണേശനെ അലങ്കരിച്ച പോരാ, കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടണം. അതിനൊക്കെ പൈസ വേണ്ടേടാ. നമ്മളെക്കാൾ നന്നായി എത്രയോ പേരുണ്ടാക്കില്ലേ? അപ്പുറത്തുള്ളവര് നമ്മളെക്കാളും വലിയ ഗണേശനെ വെച്ചിരിക്കുന്ന അവർക്കായിരിക്കും ഫസ്റ്റ്. കോമ്പറ്റീഷനിൽ വിജയിച്ചാൽ 5000 രൂപ കിട്ടും. അത് കിട്ടിയ സീതമ്മയ്ക്കും ഹെൽപ്പ് ആയിരിക്കും. ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും പൈസ പിരിച്ച് ഒരു വലിയ ഗണേശനെ ഉണ്ടാക്കിയാൽ. ഓ, അത് നന്നാവും. എന്റെ വീട്ടിലൊന്നും ചോദിക്കാൻ പറ്റില്ല, എന്റെ അമ്മ വഴക്കു പറയും. നമ്മളതിന് പൈസ കൊണ്ടുപോയി കളയുന്നൊന്നുമില്ലല്ലോ, ദൈവത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നേ. സിഹി, നമുക്കത് നോക്കാം. ഓക്കേ ഫ്രണ്ട്സ്, ഓ 10 മഴ. സീതമ്മ, എനിക്ക് പൈസ വേണം. എന്തിനാ? ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗണേശനെ ഉണ്ടാക്കാൻ പോവാ. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിയിരുന്നു. അയ്യോ അയ്യോ സീതമ്മ, ഞാൻ സമാധാനത്തെ പറയണായിരുന്നു. വേഗം വന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. നീ ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി ചോദിച്ചെന്ന് വെച്ച് ഞാൻ പൈസ തരാൻ പോകുന്നില്ല. ഓ, ഗണേശനെ ഉണ്ടാക്കിയ നമുക്ക് പൈസ കിട്ടില്ലേ? ഹേയ്, നീ ദൈവത്തിന് വേണ്ടി ചെയ്യാണോ അതോ ബിസിനസ് ചെയ്യാണോ? അല്ല, ബിസിനസ്സുകാരെ പോലെയാണല്ലോ ഇപ്പൊ നീ സംസാരിക്കുന്നേ. മുത്തശ്ശ, നമുക്ക് ഭാഗ്യ സമ്മാനമൊക്കെ കിട്ടും. സമ്മാനം എന്താ സിഹി? കാശ് കാശ്. ഓ, ക്യാഷ് പ്രൈസ് ആണോ? നമുക്കെങ്ങാനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആരെ സന്തോഷിക്കാന്ന് പറ. നീ തന്നെയല്ലേ സീതമ്മ? ഫസ്റ്റ് പ്രൈസ് ഒന്നും വേണ്ട, ആദ്യം നീ സ്കൂളിൽ ഫസ്റ്റ് ആവാൻ നോക്ക്. നമ്മുടെ വീട്ടിലൊരു ഗണപതി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് പ്രാർത്ഥിക്ക്. ബുദ്ധിയും വിവരവും ഒക്കെ തരും. സീതമ്മ, ഞാൻ മാത്രം നന്നായി പഠിച്ചാ മതിയോ? അയൽപക്കത്തുള്ളവരൊക്കെ നന്നായി പഠിക്കേണ്ടതല്ലേ, അതുകൊണ്ടാ. അതിന് നീ പൈസ താ. വലിയ ഗണേശനെ വേണം. സൈസിനനുസരിച്ച് ജോലി ചെയ്യാൻ ഗണേശൻ എന്താ വാഷിംഗ് മെഷീൻ ആണോ? വെറുതെ പൈസ ഒന്നും കൊണ്ടുപോയി കളയണ്ട. ദൈവത്തെ ഭക്തിയോടെ വണങ്ങിയാൽ മാത്രം മതി വീട്ടിൽ തന്നെ ഉത്സവം നടത്താൻ പറ്റും. സീതമ്മ, മുത്തശ്ശ, നിങ്ങളൊന്ന് പറ. മോളെ, സോറി മോളെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും സമ്മതിച്ചില്ലേ? സിഹി, എനിക്ക് വലിയവരുടെ ബുദ്ധി അറിയാം. നമ്മള് നമ്മുടെ വീട്ടില് മാത്രം ചോദിച്ചാ കിട്ടില്ല. നമ്മളെല്ലാരും ഒരുമിച്ച് പോയി ചോദിച്ചാ പൈസ കിട്ടും. ആണല്ലേ? ടീച്ചർ ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുമിച്ച് നിൽക്കുന്നതാ സ്ട്രെങ്ത് എന്ന്. ഓ, കറക്റ്റ്. എല്ലാരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് പൈസ പിരിക്കാം. അപ്പൊ കൊറേ പൈസ ഉണ്ടാവും. ഓ, സൂപ്പർ. ഗണപതി ബപ്പ മോറിയ, ഗണപതി ബപ്പ മോറിയ. ഗണേശ ചതുർത്ഥി ആശംസകൾ മാഡം. അച്ഛന്റെ കാലം തൊട്ടേ ഇവിടെയുള്ളവർക്ക് ഞങ്ങളാണ് മാഡം വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ എത്രത്തോളം വിശ്വസിക്കുന്നു ഞങ്ങൾക്കറിയാം. താങ്ക് യു മാഡം. സാധന. താങ്ക്സ് ചേച്ചി. സിദ്ധയ്യ, ഇത് നീ എല്ലാവർക്കും കൊടുത്തേക്ക്. ഞാൻ പോട്ടെ മാഡം. താങ്ക് യു. സാധന, അച്ഛന്റെ രാമന്റെയും കവറുകൾ എവിടെ ഇരുന്നോട്ടെ, ഞാൻ തന്നെ കൊടുത്തോളാം. ശരി ചേച്ചി.
അച്ഛാ ദാ. എന്താ മോളെ ഇത്? ഇത് എല്ലാ വർഷവും ഉള്ളതല്ലേ അച്ഛാ? ഓ, അവിടെ നിന്ന് കൊടുത്തു വിട്ടാണോ? അത് പുതിയ ഡ്രസ്സാ. അച്ഛാ, ഇപ്രാവശ്യത്തെ വിനായക ചതുർത്ഥിക്ക് അച്ഛൻ വീട്ടിൽ തന്നെ കാണുമല്ലോ അല്ലേ? എല്ലാ വർഷവും ഗണേശോത്സവത്തിന് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് അച്ഛൻ ഗസ്റ്റ് ആയി പോവും. ആ ദിവസം അച്ഛൻ ഇവിടെ ഉണ്ടാവുകയില്ല. ഇപ്രാവശ്യം അപ്പു ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരിയല്ലേ? പെർഫെക്റ്റ്. നീയേ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയാ പിന്നെ ആർക്കും തടയാനാവില്ല. കാരണം അവര് എന്താ ചിന്തിക്കുന്നതെന്നും അടുത്ത നീക്കം എന്തായിരിക്കുന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഞാനതിനത്ര ബുദ്ധിമതിയൊന്നും അല്ല അച്ഛാ. അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നൊന്ന് റീകൺഫേം ചെയ്തതാ, അത്രേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഉണ്ടാവും മോടെ. ഹാവോ, ഭാഗ്യം. താങ്ക്സ് അച്ഛാ. ശരി. അപ്പു, രാമ, നീ ഒരുപാട് ഹാപ്പിയാണെന്ന് കേട്ടു. നിന്റെ സമയം കൊള്ളാമെന്ന് തോന്നുന്നു. അത് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ?